ഹായ്, ഞാൻ ചാൾസ്. അമോറ ഹെൽത്ത് ടെക്കിന്റെ കോ-ഫൗണ്ടർ ആൻഡ് അഡ്വൈസറാണ്. അമോറ ഹെൽത്ത് ടെക് ഒരു യൂണിക് കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ യൂണിക് കോൺസെപ്റ്റും കൂടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹൈലി ഫോക്കസ്ഡ് ഓൺ മെൻസ്ട്രൽ കപ്സ് മെയിൻലി ഫോർ വുമൺ. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റായിട്ട് മുന്നോട്ട് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ദിസ് എ ന്യൂ ജെൻ, റൈറ്റ്? ജെൻസിയുടെ ഒരു കാലമാണ്. ജനറേഷൻ ഈസ് മോർ അഡ്വാൻസ്ഡ്. പക്ഷേ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഇത് 1930 മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഞങ്ങൾ ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. എൻ്റെ കൂടെ അമോറ ഹെൽത്ത് ടെക്കിന്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷാനിബയുണ്ട്. ഹായ്, ഞാൻ ഷാനിബ പള്ളിയ. ഞാനാണ് അമോറ ഹെൽത്ത് ടെക്കിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും. ഞാൻ വയനാട്ടുകാരിയാണ്. ഒരു CV ആയിട്ട് വന്നതാണ് ഞാൻ കോഴിക്കോടേക്ക്. ഇപ്പൊ എന്റർപ്രണറായിട്ട് എല്ലാവരും മുന്നിൽ നിൽക്കുകയാണ്. സോ വെരി ഹാപ്പി. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദ ടൈം വെൻ ഐ ചൂസൻ ഹെർ ടു ബി എൻ്റെ ഒരു പ്രോജക്റ്റിൽ നമ്മുടെ അമർ ഹെൽത്ത് ടെക് എന്നാണെങ്കിൽ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ അതൊരു വുമൻ എന്റർപ്രണർഷിപ്പിൻ്റെ ഒരു കാലമാണ്. ഈ വുമൻ എന്റർപ്രണർഷിപ്പിൻ്റെ കാലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഈ മെൻസ്ട്രൽ ഹൈജീൻ, എന്താണ് ഈ മെൻസ്ട്രൽ കപ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനൊക്കെ. പക്ഷേ അതിനുപരി ഞാൻ എൻ്റെ ഒരു ആശയം, എനിക്ക് ഇവിടെ പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെൻസിനോടാണ് ആക്ച്വലി, റൈറ്റ്? മെൻസിനെക്കാളും കൂടുതൽ ബോയ്സ്, മെൻസ്. കാരണം ഇപ്പോൾ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ടു ഹാവ് എ പാർട്ട്ണർ ഇസ് വെരി ഈസി, ബ്രേക്കപ്പ് ഇസ് വെരി ഈസി ടു. സോ ഈ ബ്രേക്കപ്പ് എന്തൊക്കെ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നു, എന്തൊക്കെ സെഗ്മെന്റിൽ കൂടെ പോകുന്നു, ഇതിൽ ഈ മെൻസ്ട്രൽ പീരീഡ് അല്ലെങ്കിൽ ആ പീരീഡ്സ് ടൈം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ന്യൂസ് ആയിട്ട് തന്നെ ഇത് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു മെൻ അല്ലെങ്കിൽ ഒരു ബോയ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പീരീഡ് സൈക്കിളാണ്. എല്ലാവരും വിചാരം അത് 3 ദിവസമാണെന്ന്, ചിലരുടെ ടോക്ക് അത് 7 ദിവസമാണ്, ചിലരുടെ ടോക്ക് അത് 10 days ആണ്. ആക്ച്വലി ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ 180 ദിവസം അവരല്ല, അവർ ഗ്രോയിങ് ടൈമാണ്. അവർ വേറൊരു സൈക്കിളിൽ കൂടെ കടന്നു പോവാണ്. നമ്മളെ വിട്ട് ഒരുപാട് ദൂരമാണ് അവർ. ആ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം അവരെ ക്ലോസ് ആയിട്ട് നിൽക്കണം, എങ്ങനെ അവരെ പരിചരിക്കണം, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കണം, അതിന് നമ്മൾ എന്തൊക്കെ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരണം, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മിനിമം എങ്കിലും ഒരു 10-25 വർഷം അല്ലാതെ ഒരു 50 വർഷം അവർ നമ്മൾ എന്ന് ഓർത്തിരിക്കുന്ന രീതിയിൽ ആ ഒരു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഫുഡും ഷെൽട്ടറും കൊടുത്താൽ മതി, ഹസ്ബൻഡ് വൈഫാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പഠിപ്പ് കൊടുത്താൽ മതി, ഹസ്ബൻഡ് വൈഫാണ്, അല്ലെങ്കിൽ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ്. ഇപ്പോൾ ഒരു വുമൺ ആഫ്റ്റർ 18 ഏജ് ദേ കം ഡൗൺ. അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട്, അവർക്ക് ഏത് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരാം. അവരൊരു ഇൻഡിവിജ്വലായിട്ടിലേക്ക് കടക്കാണ്. ആ കടക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് എത്രത്തോളം ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, എത്രത്തോളം നമ്മൾ അവരെ മനസ്സിലാക്കണം. ഇന്ന് ഫുഡും ഷെൽട്ടറും എഡ്യൂക്കേഷനും ഉപരി നമ്മൾ ഒരു മെന്നായിട്ട് എത്രത്തോളം അവരെ മനസ്സിലാക്കണം, എന്തൊക്കെ രീതിയിലുള്ള ടെക്നോളജി അഡാപ്റ്റ് ചെയ്യണം, അവർ ആ പീരീഡ് സൈക്കിൾ കൂടെ എങ്ങനെ കടന്നു പോകണം എന്ന രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു വിഷനുമായിട്ടാണ് അമർ ഹെൽത്ത് ടെക്കിന്റെ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞ ആശയമായിട്ട് നമ്മൾ മുന്നോട്ടുള്ളത്. ഇതിന് ഷാനിബയ്ക്ക് എന്ന് പറയുന്നത്, ഞാനിപ്പോ 7 yearsന് മുന്നെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവയർനെസ്സോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. മുന്നേ കപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു മന്തിൽ ഞാൻ ഡോക്ടറിനെ കാണാൻ പോകും. റാഷസ്, കുറെ ഇതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഇഷ്യൂസ് കൊണ്ട് ഞാൻ എല്ലാ മാസവും ഡോക്ടറിനെ കാണാൻ പോകും. അപ്പൊ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചിട്ടും ആരും എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രൈ ചെയ്ത. പക്ഷെ അതിന് മുന്നേ ഒരു അവയർനെസ് കിട്ടിയിരുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഡോക്ടറിനെ കാണുന്നത് കുറച്ച് കുറയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തുടങ്ങിയതോടെ എനിക്ക് എല്ലാ ഗേൾസിനും ഞാൻ നല്ലോണം സജസ്റ്റ് ചെയ്യും. എന്റെ ഫാമിലിയിൽ ഇപ്പോൾ എനിക്ക് 2 സിസ്റ്റർ ഒരു ഉമ്മയാണുള്ളത്. ഈ 3 പേരും ഞാൻ പിടിച്ച് ചെയ്യിപ്പിച്ചതാണ്. കാരണം അതിന്റെ കംഫർട്ട് ലെവൽ എന്താന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എല്ലാ ഗേൾസും അത് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഗേൾസും ഇത് ഈ ഒരു കാരണം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ ഇറങ്ങാനുള്ള റീസൺ കൂടെ. ഓക്കെ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഞങ്ങളുടെ ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പിലേക്ക് ആരും ദൂരമൊന്നുമില്ല, എല്ലാവരും വളരെ അടുത്താണ്. പക്ഷേ അവർ ആ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള പേടി, ഒരു കപ്പിനോടുള്ള ആ ഒരു പർട്ടിക്കുലർ എക്സിസ്റ്റിംഗ് ഒരു ട്രഡീഷനിൽ നിന്ന് ന്യൂ ചലഞ്ചിലേക്ക് മാറാനുള്ള ഒരു പേടി. ആ പേടിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? അത് സ്വന്തം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. എനിക്കാരും അവയർനെസ് തന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ 24/7 അവൈലബിൾ ആണ്. ഞങ്ങൾ കപ്പ് മാത്രം സെയിൽ ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇത് ഞങ്ങൾ 24/7. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ കുറെ ക്ലയൻസ് ഉണ്ട്. അവർ ഇത് ഇടുന്നതിന് മുന്നേ എല്ലാ സംശയം ചോദിക്കാൻ ഞങ്ങൾ വിളിക്കലുണ്ട്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ഒരു താങ്ക് യു, അത് വല്ലാത്തൊരു ഫീലാണ്. എല്ലാവരും ഇങ്ങനെ അറിയിക്കുക. എല്ലാവരും ഇവർ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ക്ലയൻസ് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അമോറ യൂസ് ചെയ്യുന്നതും കാട്ടിയും അവര് 24/7 അവൈലബിൾ ആന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഞങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കപ്പ് മാത്രമല്ല, ഇതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക, എന്നിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. അറിയാതെ വെറുതെ ഒരു കപ്പ് യൂസ് ചെയ്യാന്നല്ല, അതുകൊണ്ട് കുറെ പേർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് കപ്പിന്റെ കുറെ നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് ആദ്യം കപ്പിനെ കുറിച്ച് അധികം നല്ലോണം പഠിക്കുക, എന്നിട്ട് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലിക്ക്
നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലോസ്ഡ് വൺസിന് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ചിലവാക്കി അവർക്ക് ഡയമണ്ട്സ് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും മെൻസിനും വുമൻ എസ്പെഷ്യലി ബോയ്സ് ആണെങ്കിലും മെൻസ് ആണെങ്കിലും ഫോർ എ മാൻ or a family building it up and you want your partner to be together, please understand their body cycle. Our body cycle is different, their body cycle is different. Our 365 days we are absolutely every year we will be having different energy, they have a different energy. ഇതൊരു it's not like ഞങ്ങളൊരു പ്രോഡക്റ്റ് മാത്രം you buy the cup and we sell it. No, it's not like. We want the relationship should to be built forever, togetherness. ഇനി അങ്ങോട്ടുള്ള ജനറേഷനിൽ അധികം ബ്രേക്കപ്പ് ഉണ്ടാവാതിരിക്കട്ടെ, ഒരുപാട് പേര് ഡിപ്രഷനിൽ പോകാതിരിക്കട്ടെ. അതുകൊണ്ട് ഇതൊരു വലിയൊരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ I will guarantee 50% of your relationship problems will be solved if you know your partner, their body cycle, it will be happening. So Amara all means that by woman for woman. Thank you so much.